എല്ലാവർക്കും നമസ്കാരം. യേശുക്രിസ്തുവിലൂടെ പുതിയ നിയമ ഇസ്രായേലിൻ്റെ രൂപീകരണം എന്നുള്ളൊരു സബ്ജക്റ്റിനെ കുറിച്ചാണല്ലോ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ച് നിർത്തിയത് നമ്മൾക്കറിയാം. അപ്പസ്തോലനായ പോള് യേശുക്രിസ്തുവിൻ്റെ സുവിശേഷവുമായിട്ട് വിവിധ ഇടങ്ങളിലൂടെ സഞ്ചരിക്കുന്നത് നമ്മൾക്ക് കാണാം. അപ്പോൾ പൗലോസ് ആ ഒരു സുവിശേഷ ദൗത്യവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ആദ്യം പൗലോസിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നത് ബർണ്ണബാസ് ആയിരുന്നു. അതിനുശേഷം ബർണ്ണബാസുമായിട്ടൊരു വാക്കുതർക്കമൊക്കെ ഉണ്ടാകുവാനിടയായി തീർന്നു. കാരണം ഇവർ സഞ്ചരിച്ച സ്ഥലങ്ങളിൽ ഇവർ ആദ്യം സുവിശേഷം അറിയിച്ച ഒരു സ്ഥലത്തോട്ട് വീണ്ടും നമ്മൾക്ക് പോയി ഒന്നും കൂടി അവരെങ്ങനെയാണ് വിശ്വാസത്തിൽ ഉറച്ചിരിക്കുകയാണോ എന്നൊക്കെ നമ്മൾക്കൊന്ന് നോക്കാമെന്ന് പൗലോസ് ബർണ്ണബാസിനോട് പറയുകയും അങ്ങനെ ആ സ്ഥലത്തോട്ട് പോകാമെന്ന് അവരിങ്ങനെ തീരുമാനിക്കുകയും ചെയ്യുമ്പോഴാണ് ബർണ്ണബാസ് പറഞ്ഞു, നമ്മൾ ആ സ്ഥലത്ത് ശുശ്രൂഷ ചെയ്തിരുന്ന സമയത്ത് യോഹന്നാൻ കൂടെ നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്നല്ലോ, അപ്പോൾ ആ യോഹന്നാനെയും കൂടെ നമ്മൾക്ക് തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പൗലോസ് തീരെ അതിന് ഒത്തില്ല. കാരണം നമ്മൾക്കറിയാം, യോഹന്നാൻ പകുതി വഴി വെച്ചിട്ട് തിരിച്ചുപോയി, യെരൂശലേമിലേക്ക് മടങ്ങിപ്പോയി. അതെന്തിനായിരുന്നു മടങ്ങിപ്പോയതെന്നുള്ളത് നമ്മൾക്കിനി വരുന്ന എപ്പിസോഡുകളിൽ നമ്മൾക്ക് ചിന്തിക്കുവാൻ അത് നമ്മൾക്ക് മനസ്സിലാകും. ഓക്കെ, അപ്പോൾ അങ്ങനെ ആ പൗലോസ് അതുകൊണ്ട് സമ്മതിച്ചില്ല. കാരണം നമ്മളുടെ സുവിശേഷ ദൗത്യത്തിൻ്റെ പകുതിക്ക് വെച്ചിട്ട് നിർത്തിപ്പോയ ഒരാളെ തിരിച്ചെടുക്കണ്ട എന്നുള്ള ഒരു ആ ഒരു തീരുമാനത്തിലാണ് പൗലോസ് ഉണ്ടായിരുന്നത്. അങ്ങനെ പൗലോസും ബർണ്ണബാസും തമ്മിൽ അവിടെ കിടന്നുകൊണ്ട് ഭയങ്കര ഉഗ്രമായ വാദം നടക്കുകയും അവസാനം അവർ രണ്ട് വഴിക്ക് പിരിയുവാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ബർണ്ണബാസ് എന്ത് ചെയ്തു? യോഹന്നാനെ വരുത്തിച്ച് യോഹന്നാൻ്റെ കൂട്ടത്തിൽ സുവിശേഷ യാത്ര ആരംഭിച്ചു. അപ്പോൾ ഇവിടെ പൗലോസ് തനിച്ചായാലും അപ്പോൾ പൗലോസ് ഷീലാസ് എന്ന് പറയുന്ന ഒരു ശിഷ്യനെ തെരഞ്ഞെടുത്ത് ഷീലാസിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ സുവിശേഷ യാത്ര ആരംഭിക്കുകയാണ്. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് നമ്മൾക്കറിയാം അവരിങ്ങനെ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെടുകയും അവിടുന്ന് അവർ രാത്രിയിൽ ദൈവത്തെ പാടി സ്തുതിക്കുകയും അതിനുശേഷം കാരാഗൃഹത്തിൻ്റെ വാതിലുകൾ തുറക്കുകയും നമ്മൾക്കറിയാം. അത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു. അപ്പോൾ ഇവരെന്താണ് അവിടുത്തെ കാരാഗ്രഹ പ്രമാണി രക്ഷിക്കപ്പെടുവാനിടയായി തീർന്നു. അപ്പോൾ പുള്ളി ചോദിച്ചു, ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് പൗലോസ് പറയുവാനും ഇടയായി തീർന്നു എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ നമ്മൾക്കറിയാം, ഇനി അങ്ങോട്ടുള്ള ലേഖനങ്ങളിലൊക്കെ നോക്കുമ്പോൾ നമ്മൾക്കറിയാം ഈ പൗലോസിൻ്റെ ഒരു സുവിശേഷീകരണത്തിൻ്റെ ഒരു വിവരണമാണ് മുഴുവൻ കിടക്കുന്നത്. പൗലോസ് സഭയോട് ഉപദേശിക്കുന്ന സഭ എങ്ങനെയായിരിക്കണം, സഭയെ നയിക്കേണ്ട ദാസന്മാരെങ്ങനെയായിരിക്കണം, സഭയുടെ ശ്രേഷ്ഠ അപ്പസ്തോലന്മാരെങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ അവരുടെ ക്വാളിറ്റി എന്തായിരിക്കണം എന്നുള്ളതൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത് നേരെ ഓപ്പോസിറ്റാണ് ഇന്ന് പല സഭകളിലുമൊക്കെ നടക്കുന്നതെന്ന് നമ്മൾക്കറിയാം. സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതൊന്നുമല്ല, ബൈബിളിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഒരു ഉപദേശകൻ എങ്ങനെയായിരിക്കണം, അതല്ല എങ്കിൽ ഒരു പാസ്റ്റർ എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ ഒരു നേതാവ് എങ്ങനെയായിരിക്കണം എന്നുള്ളതൊക്കെ വ്യക്തമായിട്ട് ബൈബിളിൽ ഇങ്ങനെ പൗലോസ് അതൊക്കെ പഠിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ പൗലോസും ഷീലാസും ഒക്കെ കൂടി ഇങ്ങനെ യാത്ര ചെയ്തു. അതിനുശേഷം പൗലോസിന് വേറെ ശിഷ്യന്മാരുണ്ടാകുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പൗലോസ് ഒത്തിരി കഷ്ടത്തിലൂടെയാണ് ഇവരുടെ യാത്ര, അല്ലേ? ഇവർക്ക് കപ്പൽ ഛേദമുണ്ടാകുന്നു, പൗലോസിന് ഒത്തിരി അടി കിട്ടിയെന്നൊക്കെ പുള്ളി പറയുന്നുണ്ട്, ഒത്തിരി പട്ടിണി സഹിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു കപ്പൽ ഛേദം വന്നിട്ട് ഒരു ദ്വീപിൽ അകപ്പെട്ടതും അവിടുന്ന് അണലി കയ്യിൽ ചുറ്റിയതും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, അതൊക്കെ നമ്മൾ ഓരോന്നായിട്ട് നമ്മളിനി വരുന്ന എപ്പിസോഡുകളിലൊക്കെ നമ്മളത് ചിന്തിക്കും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മളിങ്ങനെ ജസ്റ്റ് ഒരു പുതിയ നിയമ ഇസ്രായേലിൻ്റെ രൂപീകരണമാണല്ലോ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ജസ്റ്റ് ഞാനതൊന്ന് ഓടിച്ചു വിടുകയാണ് ചെയ്തത്. അങ്ങനെ ഒത്തിരി കഷ്ടത്തിലൂടെയും ഒത്തിരി ദുരിതം അനുഭവിച്ചും ഒത്തിരി പീഡ അനുഭവിച്ചുമാണ് പൗലോസ് എന്ത് ചെയ്തത്? പൗലോസിൻ്റെ ഒരു സുവിശേഷീകരണം പൂർത്തിയാക്കിയത്. നമ്മൾക്കറിയാം അതിനുശേഷം പൗലോസിൻ്റെ മരണം എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾക്കറിയാം റോമയിൽ വെച്ചിട്ടാണ്. റോമിൽ അവിടെ നീറോ ചക്രവർത്തി, നമ്മൾക്കറിയാം നീറോ ചക്രവർത്തി ആ സമയത്ത് ഒത്തിരി നമ്മുടെ ക്രിസ്ത്യൻസിനെ ഒക്കെ ഒത്തിരി പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു ചക്രവർത്തിയായിരുന്നു. അപ്പോൾ അദ്ദേഹം പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു പീഡയിലാണ് നമ്മളുടെ പൗലോസും മരിക്കുവാൻ ഇടയായി തീർന്നത്. അങ്ങനെ നമ്മൾക്കറിയാം പൗലോസിൻ്റെ ചരിത്രം എടുത്താൽ യേശുക്രിസ്തുവിന് വേണ്ടി ഒരിക്കൽ യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുന്നവരെ എല്ലാം ഉപദ്രവിക്കുവാൻ നടന്ന മനുഷ്യനായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ ആ ഒരു പ്രകാശനം പുള്ളിയുടെ ഉള്ളിലോട്ട് വന്നപ്പോൾ, ദൈവത്തിൻ്റെ സന്ദർശനം പുള്ളിയുടെ ജീവിതത്തിൽ വന്നപ്പോൾ പുള്ളി മറ്റെല്ലാവരെ കഴിഞ്ഞും അധികമായി ഒത്തിരി വീറോടെ യേശുക്രിസ്തുവിനെ ഉയർത്തുവാൻ, യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുവാൻ, അങ്ങനെ ഒത്തിരി യേശുക്രിസ്തുവിന് വേണ്ടി ത്യാഗം സഹിക്കുവാനൊക്കെ തയ്യാറായ ഒരു നല്ലൊരു പോരാളിയാണ് നമ്മൾക്ക് പൗലോസിൽ കണ്ടെത്തുവാൻ കഴിയുന്നത്. നമ്മൾക്കറിയാം പൗലോസിൻ്റെ അവസാന കാലഘട്ടത്തിൽ പൗലോസ് പറഞ്ഞത് എങ്ങനെയായിരുന്നു? ഞാൻ നല്ല പോർ പൊരുതി എൻ്റെ വിശ്വാസം കാത്തു എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു നമ്മുടെ പൗലോസ് പറയുവാനിടയായി തീർന്നത്. അപ്പോൾ അതിനുശേഷം നമ്മൾക്കറിയാം പൗലോസ് അവിടെ അന്നത്തെ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരുടെ ചരിത്രമൊക്കെ എടുത്താൽ അറിയാം, അവരൊന്നും വലിയ ഇന്നത്തെ സുവിശേഷകന്മാരെ പോലെ വലിയ കാറിലും കോട്ടും സൂട്ടും ഇട്ടൊന്നും സഞ്ചരിക്കുന്നവരായിരുന്നില്ല. അവരൊക്കെ ഒത്തിരി കഷ്ടത്തിലൂടെയും ദുരിതത്തിലൂടെയും പട്ടിണിയിലൂടെയും ഒക്കെ കടന്നുപോയവരായിരുന്നു എന്നുള്ള കാര്യം നമ്മൾക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ പൗലോസിൻ്റെ ചരിത്രം പറയുവാണെങ്കിൽ പുള്ളിയാണ് നമ്മളുടെ 14 ലേഖനങ്ങൾ എഴുതിയത് പൗലോസായിരുന്നു.
അതേപോലെ തന്നെയാണ് കാരാഗൃഹത്തിലിരുന്ന് 4 ലേഖനങ്ങൾ എഴുതുവാനിടയായി തീർന്നത്. അങ്ങനെ 14 ലേഖനമാണ് പൗലോസ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും ബൈബിളിനകത്തെ അത്രയും ശക്തമായ, പുതിയ നിയമത്തിൻ്റെ ഇങ്ങോട്ട് വരുമ്പോൾ അത്രയും ശക്തമായി എഴുതിയ ഒരു വ്യക്തി പൗലോസ് മാത്രമായിരുന്നു. കൂടെ നടന്ന ശിഷ്യന്മാരൊന്നും അല്ല എഴുതിയത്, പൗലോസിനെ കൊണ്ടായിരുന്നു ദൈവം അത്രയും ഈടുറ്റ ലേഖനങ്ങൾ എഴുതിപ്പിക്കുവാൻ ഇടയായി തീർന്നത് എന്നുള്ളതൊക്കെ നമ്മൾക്ക് ഇനി തുടർന്ന് വരുന്ന അധ്യായങ്ങളിലൂടെയൊക്കെ നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ, ബൈബിളിൻ്റെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾക്കിത് മനസ്സിലാകും. ഓക്കെ, അപ്പോൾ ദൈവത്തിന് വേണ്ടി ഒത്തിരി വില കൊടുത്ത, എന്നാൽ ദൈവത്തിന് ഒരിടയ്ക്ക് ദൈവത്തിനെ തള്ളിപ്പറയുകയും എന്നാൽ ദൈവത്തിന് വേണ്ടി ഒത്തിരി വില കൊടുക്കുവാനും ഇടയായിത്തീർന്ന ഒരു അപ്പസ്തോലനായിരുന്നു പൗലോസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇന്നത്തെ സഭകളിലോട്ട് എടുക്കുമ്പോൾ നമ്മൾക്കറിയാം പൗലോസിനെയൊക്കെ എന്താ പറയുക വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചിട്ടൊക്കെ ഒക്കെ ഉണ്ട്, അങ്ങനെയൊക്കെയുള്ള സഭകളൊക്കെ ഉണ്ട്. പക്ഷേ അതൊന്നും വേണ്ടുന്ന ആവശ്യമുള്ളതല്ല. കാരണം നമ്മൾക്ക് ഏക മധ്യസ്ഥൻ യേശുക്രിസ്തു മാത്രമാണ് നമ്മളുടെ ഏക മധ്യസ്ഥൻ. നമ്മൾക്ക് വേണ്ടി എങ്ങനെയാണ് യേശുക്രിസ്തു മധ്യസ്ഥനായതെന്നുള്ളത് നമ്മൾ കണ്ടു. യേശുക്രിസ്തുവാണ് വില കൊടുത്ത്, രക്തം കൊടുത്ത് വാങ്ങിയതാണല്ലേ ദൈവത്തിൻ്റെ ഓരോ മക്കളെയും, ദൈവത്തിൻ്റെ സഭയെ രക്തം കൊടുത്ത് വാങ്ങിയതാണ്. അപ്പോൾ ആ യേശുക്രിസ്തു പിതാവിൻ്റെ സന്നിധിയിൽ ഞാൻ രക്തം കൊടുത്ത് വാങ്ങിയ എൻ്റെ സഭ, എൻ്റെ മക്കളെ എന്നുള്ള ആ ഒരു പക്ഷപാതം നമ്മൾക്ക് വേണ്ടി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാതെ ഇടയ്ക്ക് വേറെ മീഡിയേറ്റർമാരൊന്നും ഇല്ല കേട്ടോ, അത് നമ്മൾ ഓർക്കണം. കാരണം പല മീഡിയേറ്റർമാരെ ഇന്ന് കത്തോലിക്ക സഭ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതൊക്കെ തെറ്റായ പഠിപ്പീരുകളാണ്. കാരണം നമ്മൾക്കറിയാം നമ്മളുടെ ദൈവം ന്യായം വിധിക്കുമ്പോൾ നമ്മളെ നോക്കുന്നത് ഏതാണ്? നമ്മുടെ ഇന്ത്യയുടെ ചരിത്രം എടുത്താൽ ഇന്ത്യയിൽ ന്യായം വിധിക്കുന്നത് എങ്ങനെയാണ്? ഇന്ത്യയിൽ ഒരു ലോ ഉണ്ടല്ലേ, ആ ലോ വെച്ചിട്ട് നിയമം നമ്മളെ വിധിക്കത്തുള്ളൂ. ആ ലോയുടെ പുസ്തകത്തിന് വെളിയിലുള്ളത്, അല്ലെങ്കിൽ ആ ലോയ്ക്കകത്ത് പുറത്തുള്ള കാര്യങ്ങളെക്കുറിച്ചല്ല, ആ ലോയ്ക്കകത്ത് നിന്നുകൊണ്ടാണ് നമ്മൾക്ക് ശിക്ഷ വിധിക്കുകയും നമ്മളെ ന്യായം സ്ഥാപിച്ചു തരികയും ഒക്കെ ചെയ്യുന്നത്. എന്ന് പറയുന്നത് പോലെ ഒരു അവസാന ന്യായവിധിയുണ്ട്, ദൈവത്തിൻ്റെ ഒരു ന്യായവിധിയുണ്ട്. ആ ന്യായവിധിക്കകത്ത് നമ്മളെ എന്താ ചെയ്യുക? നമ്മളെയും അതുപോലെ കുറ്റം വിധിക്കുകയും നമ്മളെ ന്യായം വിധിക്കുകയും നമ്മളെ ന്യായീകരിക്കുകയും ചെയ്യുന്നത് എന്ത് നോക്കിയിട്ടാണ്? ദൈവത്തിൻ്റെ ആ ഒരു വചനം വെച്ചിട്ടാണ്. ആ ഒരു ബൈബിളിനകത്ത് എന്ത് പറഞ്ഞിരിക്കുന്നു അത് വെച്ചിട്ടാണ് നമ്മളെ എന്ത് ദൈവം ചെയ്യുന്നത്, ദൈവം നമ്മളെ ന്യായം വിധിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ടുന്ന സമ്മാനങ്ങൾ തരികയും ഒക്കെ ചെയ്യുന്നത്. അല്ലാതെ ഇന്നുള്ള ആത്മീയ നേതാക്കന്മാർ പ്രസംഗിക്കുന്നതോ അല്ലെങ്കിൽ അവരുടേതായ ഒരു എന്താ പറയുക ആഗ്രഹങ്ങളോ ഒന്നുമല്ല. അതൊന്നും നോക്കിയിട്ടല്ലേ ഇന്നത്തെ കാലത്ത് നമുക്കറിയാം സുവിശേഷകന്മാർ അവർക്ക് സൗകര്യമുള്ളത്, അതായത് അവരുടെ പാവങ്ങളെ മറയ്ക്കുന്ന വിധത്തിൽ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ലാഭമുണ്ടാകുന്ന വിധത്തിലൊക്കെ പ്രസംഗങ്ങളും വചനങ്ങളും ഒക്കെ അവർ എന്താ പറയുക അട്ടിമറിക്കാറുണ്ട്. എന്നാൽ അതൊന്നും നോക്കിയിട്ടല്ല, യഥാർത്ഥ വചനം, മായം ചേർക്കാത്ത ആ ഒരു വചനം വെച്ചിട്ടാണ് ദൈവം നമ്മളെ ന്യായം വിധിക്കുകയും നമ്മൾക്ക് നിത്യതയിൽ നമ്മൾക്ക് സമ്മാനങ്ങൾ ഒരുക്കുകയും ചെയ്യുന്നത്, അല്ലെങ്കിൽ നല്ല കിരീടങ്ങൾ ഒരുക്കുകയും ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കുക. അതുകൊണ്ട് വിശുദ്ധ വേദപുസ്തകത്തിനകത്ത്, ബൈബിളിനകത്ത് എന്ത് പറഞ്ഞിരിക്കുന്നു അതാണ് നമ്മൾ പാലിക്കേണ്ടതെന്ന്. അതിന് പുറത്തുള്ളത് ഏത് സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ വന്ന് പറഞ്ഞാൽ പോലും അത് വിശ്വസിക്കേണ്ട എന്നാണ് ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. കാരണം വചനത്തിൽ നിന്നും ഒന്ന് കൂട്ടുവാനോ കുറയ്ക്കുവാനോ ആർക്കും കഴിയത്തില്ല. അതുകൊണ്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് വിശുദ്ധ ബൈബിളാണ്. അതുകൊണ്ട് പുണ്യാളന്മാരോ അങ്ങനെയുള്ളതൊന്നുമില്ല, ദൈവം മാത്രമേ ഉള്ളൂ. നമ്മൾക്ക് ഏക മധ്യസ്ഥൻ യേശുക്രിസ്തു മാത്രമാണ്. പിതാവിൻ്റെ സന്നിധിയിൽ നമ്മൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നത് യേശുക്രിസ്തുവാണ്. പിന്നെ നമ്മളെ ഇപ്പോൾ ഭരിച്ച് നടത്തുന്നത് ആരാണ്? നമ്മളെ ഉപദേശിച്ച് നടത്തുന്നത് പരിശുദ്ധാത്മാവാണ് എന്നുള്ള സത്യം കൂടെ നമ്മൾ ഓർക്കുക. ഓക്കെ, അങ്ങനെ നമ്മുടെ കത്തോലിക്ക സഭയുടെ ചരിത്രം, കത്തോലിക്കല്ല, നമ്മുടെ ക്രിസ്ത്യൻ സഭയുടെ ചരിത്രമാണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ അപ്പസ്തോലന്മാർ നമ്മളുടെ മുൻപിൽ പഠിപ്പിച്ചു വെച്ചത് എന്താണ്? അവർ വിഗ്രഹങ്ങളെ ഉണ്ടാക്കിയില്ല, ദൈവത്തിൻ്റെ പിക്ചർ നമ്മൾക്ക് ഉണ്ടാക്കി തന്നിട്ടില്ല, ഒന്നും ഉണ്ടാക്കി തന്നിട്ടില്ല. അവർ ദൈവത്തിൻ്റെ സുവിശേഷം മാത്രമാണ് നമ്മളെ അറിയിച്ചിരിക്കുന്നത്. അത് ഫോളോ ചെയ്യുക, അതനുസരിച്ച് ജീവിക്കുവാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ ക്രിസ്ത്യാനിറ്റി ഇങ്ങനെ വളർന്നുകൊണ്ടിരുന്നു. ക്രിസ്ത്യാനിറ്റി ഒരിക്കലും ഒരു നല്ല എന്താ പറയുക ഒരു സമാധാനപരമായ അന്തരീക്ഷത്തിലല്ല ക്രിസ്ത്യാനിറ്റി വളർന്നതെന്ന് നമ്മൾക്ക് മനസ്സിലാകും. ചരിത്രമൊക്കെ എടുത്താൽ നമ്മൾക്കറിയാം ക്രിസ്ത്യൻസ് ഒത്തിരി പീഡകളിലൂടെയും ഒത്തിരി കഷ്ടങ്ങളിലൂടെയും ദുരിതങ്ങളിലൂടെയും ഒത്തിരി രക്തം ചിന്തിയൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു ക്രിസ്ത്യൻ സമൂഹം ഇന്ന് ആയിത്തീർന്നിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കുക. ഓക്കെ, നമ്മളുടെ പിന്നിൽ ഇന്നൊക്കെ ദൈവത്തെ നമ്മൾ ആരാധിക്കുവാൻ നമ്മൾ സ്വാതന്ത്ര്യത്തോടെ ആരാധിക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ വില മുടക്കിയ ഒത്തിരി നമ്മളുടെ പൂർവികരുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ സഭ ഇങ്ങനെ മുന്നോട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ എന്താ പറയുക അപ്പസ്തോലന്മാരിലൂടെയൊക്കെ സഭയ്ക്ക് തന്ന ഉപദേശങ്ങളിലൂടെയൊക്കെ സഭ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾക്കറിയാം ഒത്തിരി ദുരുപദേശങ്ങൾ വന്നു അല്ലേ? അതൊക്കെ ദൈവം വചനത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദുരുപദേശകർ എഴുന്നേൽക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒത്തിരി ദുരുപദേശകരൊക്കെ എഴുന്നേറ്റു. അങ്ങനെ സഭ, അതായത് ദൈവത്തിൻ്റെ ഒരു ക്രിസ്ത്യൻ സഭ പല 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 തട്ടുകളായിട്ട് തിരിഞ്ഞൊക്കെ പോയി. അങ്ങനെ ഓരോരുത്തരും അവനവൻ്റെ താല്പര്യപ്രകാരമൊക്കെ ഓരോരോന്നും രൂപീകരിക്കുവാൻ ഇടയായിത്തീർന്നു. വിഗ്രഹങ്ങൾ കടന്നു വന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ
കാര്യങ്ങളൊക്കെ നമ്മൾക്കറിയാം. എനിവേ എന്തായാലും നമ്മളെ ന്യായം വിധിക്കുന്നത് ബൈബിൾ വെച്ചിട്ടാണെന്ന് ഓർക്കുക. നമ്മൾക്ക് ദൈവം ഒരു ലാസ്റ്റ് എന്ത് ഒരുക്കിയിട്ടുണ്ട്, ഒരു നിത്യത ഒരുക്കിയിട്ടുണ്ട്. ആ നിത്യതയിൽ നമ്മൾ പ്രവേശിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? നമ്മൾ തന്നെയാണ് അത് തീരുമാനിക്കേണ്ടത്. അതിനുള്ള വഴി എന്താണെന്ന് നമ്മളുടെ ആദ്യത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ടു. ദൈവം നമ്മളോട് പറഞ്ഞു എന്താണ്, നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് യേശുക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് ആ വചനത്തിന് അധിഷ്ഠിതമായ ഒരു ജീവിതം നയിച്ചു കഴിയുമ്പോൾ നമ്മൾക്ക് യേശുക്രിസ്തുവിൻ്റെ ഒരു രണ്ടാം വരവുണ്ടല്ലേ, അതൊരു രഹസ്യ വരവാണ്. അത് മേഘത്തിലാണ് ആ ദൈവത്തിൻ്റെ പ്രത്യക്ഷത ഉണ്ടാകുന്നത്, മേഘപ്രത്യക്ഷതയാണ്. അപ്പോൾ ആ പ്രത്യക്ഷത നമ്മൾക്ക് സംഭവിച്ചു കഴിയുമ്പോൾ നമ്മളെയൊക്കെ ഒരു നിത്യതയിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുപോവുകയും നമ്മൾ യേശുക്രിസ്തുവിനോട് കൂടെ നമ്മൾ വാഴുകയും ചെയ്യും. യേശുക്രിസ്തുവിനോട് കൂടി നമ്മൾ ലോകത്തെ ഭരിക്കുകയും ചെയ്യും ഉള്ളതൊക്കെ നമ്മൾക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. അതുകൊണ്ട് ഓർക്കുക, നമ്മളൊരു ചുമ്മാ നമ്മൾക്ക് വേണ്ടി ഒരു ദൈവത്തിൻ്റെ പേരിലല്ല നമ്മൾ ആരാധിക്കുന്നത്. നമ്മൾക്ക് വേണ്ടി വ്യക്തമായി ജീവിച്ച് നമ്മളുടെ മുൻപിൽ നല്ലൊരു ജീവിതം കാഴ്ചവെച്ച് മരിച്ചു ഉയർത്തെഴുന്നേറ്റ ഒരു ദൈവത്തെയാണ് നമ്മൾ പിന്തുടരുന്നത് എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. ആ ദൈവം അവിടം കൊണ്ടും അവസാനിച്ചിട്ടില്ല. നമ്മൾക്ക് ക്രിസ്ത്യൻസിന് മുന്നിൽ വെച്ചിരിക്കുന്ന, അതായത് യേശുക്രിസ്തുവിനെ എന്താ പറയുക, വിശ്വസിക്കുന്നവർക്ക് മുൻപിൽ എന്ത് വെച്ചിട്ടുണ്ട്? ഒരു നിത്യമായ ഒരു ജീവിതം വെച്ചിട്ടുണ്ട്, ഒരു മരണമില്ലാത്ത ജീവിതം ദൈവം വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കുക. അപ്പം നിങ്ങൾ വിചാരിക്കും, ഇപ്പോൾ എത്രയോ വിശുദ്ധന്മാരൊക്കെ മരിച്ചുപോയില്ലേ, ഈ പറയപ്പെട്ട പൗലോസും വരെ മരിച്ചുപോയില്ലേ എന്ന് ചോദിക്കും. പക്ഷേ ദൈവത്തിൻ്റെ ആ ഒരു കാഹളം ധരിക്കുമ്പോൾ ഈ മരണപ്പെട്ടവരൊക്കെ ഉയർത്തെഴുന്നേൽക്കും. അതാണ് വിശുദ്ധ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ എല്ലാം ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു ചരിത്രമൊക്കെ ഉണ്ട് കേട്ടോ. അതൊന്നും ചുമ്മാ എഴുതി വെച്ചിരിക്കുന്നതല്ല, അതൊക്കെ സത്യമായ കാര്യം തന്നെയാണ്. ഇന്നും ജീവിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കുക. അതുകൊണ്ട് ഈ ദൈവത്തെ പിന്തുടരുകയല്ലാതെ നമ്മളുടെ മുൻപിൽ വേറെ ഒരു വഴിയുമില്ല കേട്ടോ. ദൈവത്തെ പിന്തുടർന്ന് കഴിഞ്ഞാൽ, ദൈവത്തിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യുവാൻ ഒരു സ്റ്റെപ്പ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആ ദൈവം നമ്മളെ പരിപാലിക്കുന്ന ദൈവമാണ്, കരുതുന്ന ദൈവമാണെന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കുക. അപ്പോൾ അങ്ങനെ പുതിയ നിയമ ഇസ്രായേലിൻ്റെ രൂപീകരണം എന്നുള്ളൊരു സബ്ജക്റ്റ് തൽക്കാലം ഇവിടെ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി നാളെ മുതൽ നമ്മൾ ഓരോന്നായിട്ട് നമ്മൾ ചിന്തിക്കും, എന്താണ് ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം എങ്ങനെയായിരിക്കണം, ബൈബിൾ എന്ത് നമ്മളെ പഠിപ്പിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ഓരോന്നായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കും. ഓർക്കുക, ഞാനൊരു സാധാ വിശ്വാസിയാണ്. പക്ഷേ എങ്കിലും ദൈവം എങ്ങനെ ഒരു സാധാ വിശ്വാസിക്ക്, അതിവിശുദ്ധന്മാരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, ഒരു സാധാ വിശ്വാസിക്ക് എങ്ങനെ ജീവിക്കുവാൻ കഴിയുമെന്നുള്ളത് എനിക്ക് ദൈവം മനസ്സിലാക്കി തരുന്നത് പോലെ ഞാൻ നിങ്ങൾക്കത് പറഞ്ഞു തരുവാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിൽ ശരണപ്പെടുകയാണ്. കാരണം എൻ്റെ ബുദ്ധി കൊണ്ടോ ശക്തി കൊണ്ടോ ഒന്നുമല്ല, ദൈവമാണ് എന്നെ ഈ ഒരു മിനിസ്ട്രി ഏൽപ്പിച്ചിരിക്കുന്നത്. ദൈവം എന്നോട്, എനിക്ക് ഇതിനൊന്നും താല്പര്യമുണ്ടായിരുന്നില്ല. എൻ്റെ ആദ്യത്തെ വീഡിയോ ഒക്കെ നോക്കിയാൽ അറിയാം, ഞാൻ വേറെ ലോകപരമായ കാര്യങ്ങളൊക്കെയാണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ പെട്ടെന്ന് ദൈവം എന്നെ എന്താ പറയുക, എൻ്റെയൊക്കെ ഒരു ടേൺ തിരിച്ചു വിടുകയാണ് ചെയ്തത്. അത് ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു എന്നെനിക്ക് മനസ്സിലായി. കാരണം ഇതിനകത്ത് ഒത്തിരി വ്യൂസ് ഒന്നും ഇല്ലെങ്കിലും ഉള്ള വ്യൂസിൽ ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ അവരെയാണ് ദൈവം എന്താ പറയുക, അവരെ ദൈവം കണ്ടതുകൊണ്ടാണ് എന്നെ ഉപയോഗിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അപ്പോൾ നമ്മൾക്കറിയാം, പുതിയ നിയമ ഇസ്രായേലിൻ്റെ ചരിത്രം ഇവിടെ പൂർത്തിയാവുകയാണ്. അപ്പോൾ നമ്മൾക്കറിയാം, ആദ്യം തൊട്ട് ഞാൻ ഒന്നും കൂടെ പറയാം, നമ്മൾ എന്താണ് പറഞ്ഞു വെച്ചത്. യേശുക്രിസ്തുവിനെ നമ്മൾ വിശ്വസിക്കണം, അത് കഴിഞ്ഞ് നമ്മൾക്ക് മാനസാന്തരം ഉണ്ടാകണം, അത് കഴിഞ്ഞ് നമ്മളുടെ പാപങ്ങൾ നമ്മൾ ദൈവത്തോട് ഏറ്റുപറയണം, അത് കഴിഞ്ഞ് രക്ഷ നമ്മൾ വാഗൊണ്ട് ഏറ്റുപറയണം, അതിനുശേഷം നമ്മൾ സ്നാനപ്പെടണം, അത് കഴിഞ്ഞ് ഒരു ക്രിസ്ത്യൻ ലൈഫ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. ഒരു വിശുദ്ധ ജീവിതം, ഒരു വിശുദ്ധ ജീവിതം എങ്ങനെ നയിക്കാം എന്നുള്ളത് യേശുക്രിസ്തു നമ്മൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അതൊക്കെ നമ്മളിനി നാളെ തൊട്ട് അത് നമ്മൾ ചിന്തിച്ച് തുടങ്ങും. അപ്പോൾ എങ്ങനെ നമ്മൾക്ക് മുന്നോട്ട് പോകാമെന്നും അവസാനം നമ്മൾക്ക് എന്തുണ്ട്, ഈ ജീവിതത്തിൽ വേണ്ടുന്നതൊക്കെ നമ്മൾക്ക് ദൈവം ഒരുക്കിത്തരും. അത് കഴിഞ്ഞൊരു നിത്യത ദൈവം നമ്മൾക്ക് ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കുക. അങ്ങനെ ഒരു പുതിയ നിയമ ഇസ്രായേലിലോട്ട് നമ്മൾ വന്നു ചേരണമെങ്കിൽ എന്ത് സംഭവിക്കണം? നമ്മൾ യേശുക്രിസ്തുവിനെ വിശ്വസിക്കണം, യേശുക്രിസ്തുവിൻ്റെ കൽപ്പന അനുസരിക്കണം എന്നുള്ളതാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ എപ്പിസോഡ് ഇവിടെ കൊണ്ട് പൂർണ്ണമാവുകയാണ്. നാളെ തൊട്ട് നമ്മൾ പുതിയ ഒരു ചാപ്റ്ററിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.